മെനഞ്ഞാന്ന്, അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തിൻ്റെ തലേന്ന് വൈകിട്ട് രാത്രിയിൽ 2 മണിക്കും തുടർന്ന് 2 നേരമാണ് ആന ഇവിടെ ആക്രമിച്ചത്. ഈ അമ്മയും ഒരു ആക്സിഡൻറ്റിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരു അമ്മയുടെ മോനും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. വളരെ കൊച്ചുമോനും വളരെ ഭീതിയോടെയാണ് അവരിവിടെ കഴിയുന്നത്. രാത്രി എത്ര മണിക്കാണ് ഞാൻ ഇവിടെ? രാത്രി 2 മണിയായപ്പോൾ ആദ്യത്തെ ദിവസം വന്ന് 4-ാം നാളില് അന്ന് ഞാൻ ഇതുപോലെ ഈ എന്തോ ചവിട്ടി ഇറങ്ങുന്ന മഴയുണ്ട്, വെട്ടവും ഇല്ല, കറണ്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ആകെപ്പാടെ ലൈറ്റും ഇല്ല, ഫോൺ മൊത്തം ഓഫായി. തലേന്നൊരു 10 മണി മുതൽ കറണ്ടില്ലായിരുന്നു. അങ്ങനെ മഴയുടെ ഇരപ്പിൻ്റെ ഇടയ്ക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ആ ജനലിൻ്റെ അവിടെ കിടന്നപ്പോൾ ചവിട്ടി പൊളിച്ച് എന്തോ എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പന്നിയാണെന്ന് പറഞ്ഞ് ചെറിയൊരു ലൈറ്റാണ് ഉണ്ടായിരുന്നത്, അതും എടുത്തുകൊണ്ട് മോനെ വിളിച്ച് അവൻ എണീക്കാൻ പാടാമെന്നുള്ളതെന്ന് വിചാരിച്ച് ഞാനിതിലേ അങ്ങ് താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നും ഒരു അനക്കവും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പന്നിയായിരിക്കും, വന്നേച്ച് പോയാന്ന് വിചാരിച്ച് ഞാനില്ല വാഴയ്ക്കകത്ത് പോയി തന്നെ. അവിടെ ചെന്നുടനെ അവിടെ ഒന്നും അനക്കമൊന്നുമില്ല. തിരിച്ച് കയറി വന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് അടുക്കളയുടെ പുറകുവശത്തോട്ട് ലൈറ്റ് അടിച്ചപ്പം അവിടെ ഈ കക്കൂസിൻ്റെ ഇത് കൊടുത്തിരുന്ന പൈപ്പ് ഒടിഞ്ഞ് കിടക്കുന്നു. അത് കണ്ടോണ്ട് എടാ ഇതെന്തുവാ പന്നി ഇത് ഒടിച്ചിട്ടോ എന്നും പറഞ്ഞു തന്നെ ആ കാര്യം പറയുക. ഒടിച്ചിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ലൈറ്റും അടിച്ചുകൊണ്ട് അപ്പോൾ ഒരു ചേന ചാഞ്ഞ് കിടക്കുന്നു. ചേനയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ ചേനയുടെ ചവിട്ടി ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് ലൈറ്റ് അടിച്ചത് ഇത്തറിച്ച കുളമ്പ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആന വന്നെന്ന് പറഞ്ഞു ഒരൊറ്റ ഓട്ടം വിറച്ചോണ്ട് കൂടി ഇവിടെ വന്ന് മോനെ പിടിച്ചുണക്കി അവനോട് പറഞ്ഞു എടാ നമ്മുടെ താഴെ മുറ്റത്ത് ആനയെന്ന് പറഞ്ഞു. അവൻ അവിടുന്ന് ലൈറ്റും മേടിച്ചുകൊണ്ട് താഴത്തെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിന് ഇത് ഞാനില്ല ഇറങ്ങി ചെന്നപ്പോൾ അതിലെ കണ്ടത്തെ കൂടെ ഇറങ്ങി. അപ്പം പ്രസാദിന്റെ വാഴ ഒടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു തൊട്ട് താഴെ. ഇതുപോലെ ഒരു ഇടിയുടെ താഴെ വശത്ത് അതിലെ ഇടിച്ചത് ഞാനാ കാണുന്നേ. ആന്നാന്ന് ഇവിടെ ഇറങ്ങുന്നത് നല്ല പിഴ. മറ്റേ അപ്പുറവും ഇപ്പുറവും എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമെന്നുള്ള ഒരു കണക്കൂടെ ആന വരുമെന്നേ ഞാൻ അടുത്ത് പോയി. ഞാൻ താഴോട്ട് ലൈറ്റ് അടിക്കാഞ്ഞുകൊണ്ട് ഞാൻ കാണുന്നില്ല. ആന എൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അവിടുന്ന് വാഴ തിരിച്ച് ഞാൻ ഇങ്ങ് കയറി ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഈ ഇറങ്ങി ചെന്നപ്പോൾ ആന അങ്കുഴയോട്ട് അങ്ങ് കയറിപ്പോയി. പ്രസാദിന്റെ വീടിൻ്റെ അതിലേങ്ങാണ്ട് ചെന്ന്. അപ്പോൾ ഇവൻ ഇതിലേ ഓടിപ്പോയി. ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് പേടി. ഒന്നാമത് ആനയുടെ കീഴിൽ ഇരുട്ടത്ത് വെട്ടമില്ല. ഈ ആന വന്നതും ഈ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവിടെ ജനപ്രതിനിധികൾ ഇവിടെ ഇപ്പം യാതൊന്നും ഇവിടെ തന്നെ കാട് വെട്ടി അവർ വന്ന് ഈ ഇത്രയിടം അവർ തിരിച്ചിട്ടേച്ചു. എൻ്റെ അടുത്ത് എന്തുവാ ഈ വേറുകൃത്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരിവിടെ ഇത്രയും തിരിച്ചിട്ടേച്ച് അന്ന് പോയി. ഞാൻ തന്നെ വയ്യാതെ കയറി എല്ലാ ആണ്ടിലും ഇവിടെ തെളിച്ചിടും. കറവൂർ അച്ചൻകോവിൽ റോഡില് ആന റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടി കാട് വെട്ടി തെളിച്ചിട്ടുണ്ടോ? എങ്ങും തെളിച്ചിട്ടില്ല. ഇപ്പം കുറച്ചു നാൾ മുമ്പ് അവര് ഇവിടെ ഇത്രയിടം ഒഴിച്ചാൽ 2 വശമൊക്കെ തെളിച്ചു പോയി. ഞാൻ ചോദിച്ചപ്പോൾ അതങ്ങനെയാന്ന് പറഞ്ഞേച്ച് പോയി. ഞാൻ തന്നെ കയറി വെട്ടിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പം എനിക്ക് ഒട്ടും വയ്യ, 70 വയസ്സായി. ഇവിടുന്ന് അന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി 1 മണിയായി, 1:20 ഞാൻ അവിടെ പൊളിച്ച അതിലേ മേളിൽ കയറിയത്. അന്ന് ഓടി കയറിയത് അതിലേ തന്നെ വന്ന് ഭയങ്കരമായിട്ട് ഓടിക്കുന്ന സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഉറങ്ങിയതേ ഇല്ല. ചാടി എണ്ണീച്ച് ഞാൻ അയ്യോ ആന വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാഴ മൊത്തവും കൊണ്ടുപോയെന്നും പറഞ്ഞ് ലൈറ്റും എടുത്തോണ്ട് ഞാൻ അവനെ വിളിച്ചു. 1 മണിയായതുകൊണ്ട് അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു. വിളിച്ചുണർത്തി അവൻ ലൈറ്റും കൊണ്ട് ഇറങ്ങി വന്നപ്പം ഇത് അനക്കമില്ലാതെ നിന്ന്. അവൻ അതിന്റെ അടുത്തൂടാ പോയ. അവൻ കണ്ടില്ല. ഈ ഒറ്റ ആനയാ. ഇതൊരു എല്ലായിടത്തും ഒരുപാടുണ്ടെന്ന് പറയുന്നത്. ഇത് ഒരെണ്ണമാണ്. ഒരു ഭയങ്കര ആന, ഭയങ്കര വലിപ്പമുള്ള ഒരു കുട്ടിയാനയാ. കുട്ടി കൊമ്പിച്ചിരിച്ചേ ഇറങ്ങി വരുന്നുള്ളു. പക്ഷെ ഭയങ്കര വലിപ്പം. ഈ റോഡ് അടക്കമുണ്ട് അതങ്ങോട്ട് നടന്നു പോകുന്ന. ഇനി പേടിയൊന്നുമില്ല, അത് പതുക്കെ നടന്നു പോകുന്നത്. എന്നിട്ട് താഴെ ഇവിടുന്ന് ഈ വാഴ എടുത്ത് ഞാൻ കണ്ടത് കാരണം അത് താഴോട്ട് ഒരൊറ്റ ഓട്ടം. അവിടെ മൊത്തം ചവിട്ടി ഇടിച്ചിട്ടേക്കുക. എനിക്ക് ആകെപ്പാടെ വയ്യ. ഇച്ചിരി വാഴയൊക്കെ ഞാൻ തന്നെ കുഴിച്ച് വെച്ചാൽ എല്ലാം
കൊലച്ച് നിൽക്കുക. നല്ല ചുമന്ന വാഴ. കച്ചവടമാണെങ്കിൽ 1 കിലോ അരി പോലും വിൽപ്പനയില്ല. ഞാൻ ആകെപ്പാടെ കഷ്ടപ്പെട്ട് ഇപ്പോൾ വല്ലപ്പോഴും അതേലും ഒരു കൊല വെട്ടി കെട്ടിയ ചുമന്ന കൊല ആയതുകൊണ്ട് ആരെങ്കിലും വന്ന് പഴം മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം എനിക്ക് ഉറക്കമില്ല, എനിക്ക് എണീക്കാനൊന്നും വയ്യ. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഇത്ര 70 വയസ്സോളം പ്രായമുള്ള ഈ അമ്മ ഇവിടെ കഴിയുന്നത്. കാരണം ഇത് ഇത്രയും ഞാൻ വളരെ വിഷമിച്ച കാലമില്ല. ഇത്രയും വിഷമിച്ച ഒരു കാലം ഇല്ലെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇത് തൊട്ട് മുകളിൽ ആ വനത്തിൽ നിന്നും ഈ റോഡിൽ നിന്നും ഫോറസ്റ്റുകാർ ഈ വഴിക്ക് തൊട്ട് ചേർന്നാണ് വീട്. ഇനി എന്താ ഞാനൊരു 10 മണിയായപ്പം ഫോറസ്റ്റിലെ ഉണ്ണി എന്നും പറഞ്ഞൊരു ചെറുക്കൻ ഇവിടം വരെ വന്ന് അവിടെ അയ്യോ അവിടെ 25 മൂടി ചീനി കണ്ടാ കഷ്ടം വരും ഓടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇതിലേ നടന്നേച്ച് അവർ വേറെ അല്ലാതെ ഫോറസ്റ്റുകാർ ഒറ്റ ഒരെണ്ണം ഈ വഴി വരുമോ എന്തെങ്കിലും ഒന്ന് ചോദിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. ആരെണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് ആനയെ സംരക്ഷിക്കാൻ വരുന്നവരാ, അവര് ജനങ്ങളെ ജനങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞെന്ന്. ആനയെ സംരക്ഷിക്കുകയാണ് ഫോറസ്റ്റുകാർ ഉത്തരവാദിത്വം, ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഫോറസ്റ്റുകാർക്കില്ല എന്നുള്ള മറുപടിയാണ് ആനയുടെ ആക്രമണത്തിൽ പേടിച്ച് കഴിയുന്ന ഈ 70 വയസ്സോളം പ്രായമുള്ള ഈ അമ്മയോടുൾപ്പെടെ അവർ പറയുന്ന ഒരു മറുപടിയാണ്. അവർക്ക് അതിൻ്റെതായ ന്യായങ്ങൾ കാണും. എന്നാലും ഇത് വളരെ വ്യക്തമാണ്. ഈ റോഡിൻ്റെ തൊട്ട് അടുത്താണ് ഈ വീട്. ഈ കാണുന്ന വേലി പൊളിച്ചിട്ടാണ് ആന അകത്ത് കയറിയത്. ഈ വേലി പൊളിച്ച് ഇതുവഴിയാണ് ഈ ആന ഇതിൽ താഴെ പോയി വാഴയൊക്കെ ഒടിച്ച് ഇതുവഴി അല്ല ആനയുടെ കാൽപ്പാടുകളകത്ത് കാണാം. വലിയ ആന കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ആനയുടെ വലിപ്പം നമുക്ക് വ്യക്തമാവും. അത്രയ്ക്ക് വലിയ കാൽപ്പാടുകളാണ്. കഴിഞ്ഞ ദിവസം ആനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ച ചണ്ണക്കാമണം എന്ന പ്രദേശത്ത് വളരെ ദുരിതത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. അവർ ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തിയ കൃഷികൾ മിക്കതും ആന നശിപ്പിച്ചു. ഇവിടെ ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ സഹായമാണ് ചെയ്തത്, ഇനി ചെയ്യാൻ സാധിക്കുന്നത്, ആ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറെ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ വാർഡ് മെമ്പർ ഇവിടെ എത്തുകയും ഈ കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും ഇവിടെയുള്ള കർഷകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. പക്ഷേ അവരുടെ ഒരു പരിമിതിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മൾ ഈ കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോൾ വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്? ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നമുക്ക് ഫോറസ്റ്റ് അധികാരികളെ വിവരം അറിയിക്കുകയും അവരുടെ സഹായം മാക്സിമം ആളുകളിൽ എത്തിക്കുകയും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. പഞ്ചായത്തിൽ ഇത് അടിയന്തരമായ ശ്രദ്ധ ചെലുത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും അടക്കം ഇതേ പ്രശ്നം അനുഭവിക്കുന്ന മറ്റ് ജനപ്രതിനിധികളും അടക്കം ഞങ്ങളെ MLA പോയി കാണുകയും കത്ത് കൊടുക്കുകയും അദ്ദേഹം വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല DFO ഓഫീസിലേക്ക് പോവുകയും DFOയിൽ നിന്ന് കത്ത് കൊടുക്കുകയും അദ്ദേഹവും ഉടനെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഫോറസ്റ്റ് അധികാരികളിൽ നിന്നും സഹായം അല്ലെങ്കിൽ ഇവിടെ പെട്രോളിങ് പൊതുവായ കാര്യങ്ങൾ ആനയിൽ നിന്നും താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതല്ല വേണ്ടുന്നത്, ശാശ്വതമായ ഒരു പരിഹാരമാണ് ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടേണ്ടത്. എന്തെങ്കിലും ഒരു വാഗ്ദാനം നമ്മൾ വനം വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ജനങ്ങളെ താൽക്കാലികമായെങ്കിലും രക്ഷിക്കുന്നതിന് ചെയ്യാൻ പറ്റും എന്നൊരു വാഗ്ദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFO ഓഫീസിൽ നിന്ന് അറിയിച്ചതിന് പ്രകാരം നബാർഡ് പദ്ധതി പ്രകാരം ഉപ്പുകുഴി, അതായത് പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഉപ്പുകുഴി മുതൽ തൊടികണ്ടം വരെയുള്ള ഭാഗത്ത് ട്രെഞ്ച് സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളും പദ്ധതി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ട്രെഞ്ച് സ്ഥാപിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നും അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് സാധ്യമാകുമെന്ന് ഉറപ്പ് പറയാനും കഴിയുന്നില്ല. ഇത് മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരിതത്തിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവർക്കിടെ ആ ഒരു ദുരിതത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്തിനും പഞ്ചായത്ത് കമ്മിറ്റിക്കും എന്ത് കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം നമ്മൾ പഞ്ചായത്തിന് കമ്മിറ്റിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നത് വരെ. ഇത് നമ്മുടെ ഈ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ഒരു മലയോര മേഖലയിലെ പഞ്ചായത്ത് ആയതുകൊണ്ട് മിക്ക മേഖലയിലെയും വാർഡ് മെമ്പർമാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണിത്. ഇപ്പോൾ സാധാരണ ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം ഓടി ചെല്ലുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ
ആ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ നമ്മളുടെ ആ ഭരണ സംഹിത അങ്ങനെയാണ് ഒക്കുന്നത്. കാരണം ഒരു ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്, ഒരു ത്രിതല പഞ്ചായത്തിന് ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർ MLA MP ഉൾപ്പെടെയുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇതൊന്നും ഉന്നത തലത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതാണ് ഇത്തരം ദുസ്ഥിതി പ്രദേശത്തിലുള്ള സാധാരണക്കാർക്ക് വന്യമൃഗ ഭീഷണിയിൽ നിന്നും ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നാണ് ഈ ചർച്ചയിൽ നിന്നും നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന ആശയം. പത്തനാപുരം മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ വന്യമൃഗ പേടിയിൽ നിന്നും ഒരു പരിധിവരെ സഹായിക്കുന്നത് യുവജന സംഘടനകളാണ്. അത് രാഷ്ട്രീയം നോക്കാതെ മിക്ക യുവജന സംഘടനകളും അതിന് സന്നദ്ധരായി മുന്നോട്ടുണ്ട്. വനം വകുപ്പിനൊപ്പം വനം വകുപ്പിലെ വാച്ചർമാർക്കൊപ്പം പ്രദേശവാസികൾക്കൊപ്പം ജനങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകുവാൻ ഒരു പരിധിവരെ വളരെ ഒരു സഹായമാകുന്നത് ഇത്തരം യുവജന സംഘടനകളാണ്. നമ്മൾ ഈ രാത്രികാലങ്ങളിൽ വനം വകുപ്പിനൊപ്പം പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുന്നതിനൊപ്പം ഈ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വളരെ ഒരു ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്തരം ഈ ഒരു സംരംഭത്തെ നമ്മൾ ഈ വന്യമൃഗ പേടി ജനങ്ങളിൽ നിന്ന് അകറ്റുവാൻ എന്താണ് നമുക്ക് ഇനിയും ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഫോറസ്റ്റുകാരായാലും ഇവിടുത്തെ ജനങ്ങൾ VSSകാർ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് അവരെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ ആന പേടിയോ അല്ലെങ്കിൽ ആനയുടെ ഭീതിയോ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ 7 ദിവസമായി ഇവിടെ ആന നിലയുറപ്പിക്കുക. നമ്മൾ ഈ നിൽക്കുന്ന വീട് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലായി. ഈ നിൽക്കുന്ന വീട്ടിലെ ഗ്രഹനാഥനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഫാമിംഗ് കോർപ്പറേഷനിലെ ജീവനക്കാർ ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടിൻ്റെ മുറ്റത്ത് പോലും അവരെ വാഹനം പോലും ഇടാൻ പറ്റാത്ത തൊട്ടടുത്ത വീട്ടിലെ ഇപ്പോൾ വാഹനം ഇട്ടേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ നാട്ടുകാരും ഈ ഫോറസ്റ്റുകാരും ചെയ്യുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റിൻ്റെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതേപോലുള്ള അങ്ങനെയുള്ള ഈ ആനയെ എലിഫൻറ്റിനെ എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള അതുപോലുള്ള ആൾക്കാരെ സേവനമാണ് ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഇത് ഒരു താൽക്കാലികത്തിന് മാറ്റം. നമ്മുടെ ഏത് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലാണിത്? അതാണ് അതിലേക്കാണ് എത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുഴപ്പം, ഇത് പുന്നല ഡിവിഷനിലുള്ള ഫോറസ്റ്റ് സെക്ഷനാണ്. എന്നാൽ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ അപ്പുറത്ത് അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുന്നലക്കാരെ അറിയിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തുമ്പോഴത്തേന് 200 മീറ്ററിന് അപ്പുറത്തുള്ള അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനിലും പുന്നല എന്ന് പറയുമ്പോൾ ഒരു 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ നമ്മളെ ഇത് അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധി ഉൾപ്പെടുത്തിയാൽ ഈ പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരം കാണാൻ പറ്റും എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ തൊട്ടടുത്താണ്. എപ്പോഴും ഇവിടെ സഹായത്തിന് എത്തുന്ന അവർ തന്നെ. പുന്നലക്കാർ എപ്പോഴെങ്കിലും കറങ്ങി അവർ ചിലപ്പോൾ വേറെ വെച്ച് ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ ആന വന്നിട്ട് അതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോയിരിക്കും. പെട്ടെന്ന് ഓടി എത്തുന്നത് അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതുപോലെ എലിഫൻറ്റിനെ ഇതാകുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആ ടീമിനെ ഇവിടെ വിന്യസിക്കണം. അതൊരു കാര്യം. പിന്നെ ഇത് താൽക്കാലികത്തിന് മാത്രമാണ്. അത് അല്ലാതെ ഈ ഭീതി ഒഴിവാക്കാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ വനത്തിൽ ട്രെഞ്ച് എടുക്കുകയോ പണ്ടത്തെ പോലെ വലിയ ആനക്കുഴികൾ എന്നൊക്കെ പറഞ്ഞ കുഴികളോ അതുപോലെ എന്തെങ്കിലും സ്ഥാപിച്ചാൽ ഇതിൽ നിന്ന് രക്ഷ നേടാകും. ഇതിനകത്ത് ഏറ്റവും അതിലും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മഴയായി കഴിയുമ്പോൾ കാറ്റും ഇതെല്ലാം വന്ന് കറണ്ട് അങ്ങ് പോകും. ആകെപ്പാടെ ഇവിടെ ഉള്ള ഒരു മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ BSNL. കറണ്ട് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ല. വഴിയിലൊരു ആന നിൽക്കുന്നതെന്ന് പോലും ഒരാളോട് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ ഒരു വീട്ടുകാരോട് പറയാനോ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എങ്ങനെ വെളിയിലിറങ്ങും? നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടായാലും അവനവൻ്റെ വീട്ടിൽ കയറിയാൽ വീട് സേഫ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പം വീടിന് വെളിയിൽ ഇറങ്ങിയാൽ നേരത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം, മ്ലാവ് തട്ടി ഒരു പയ്യൻ മരിച്ചു. ഇപ്പം 2 ആഴ്ചയ്ക്ക് മുമ്പ് മഹാധർമ്മണിലുള്ള ഒരു പയ്യനെ മ്ലാവ് തട്ടി ഒരു പൂജാരിയാണ് പോയി വീണ് കൈയും ഷോളറെല്ലാം ഒടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ വീടിന് വെളിയിലുള്ള ആക്രമണം ഇപ്പോൾ വീടിന് മുറ്റത്ത് വരെയായി നിൽക്കുക. ചെറുകിടവ് മേഖലയിൽ ആൾക്കാർ പൂർണ്ണമായിട്ടും പ്ലാവും എല്ലാ സാധനവും മുറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ആനയുടെ ശല്യം കൊണ്ട് മാത്രം മുറിച്ച് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വന്യമൃഗങ്ങൾ എത്തരത്തിൽ ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഇവിടെ കാഴ്ചവെക്കുന്നു എന്നുള്ളത് നമുക്കിവിടുന്ന് പൊതുജനങ്ങളിൽ നിന്നുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകാതെ, മരണങ്ങൾ ഉണ്ടായതിന് ശേഷം ആക്ഷൻ എടുക്കാതെ ഇനിയും അത്തരത്തിൽ ഒരു ദുരൂഹ മരണങ്ങൾ, ആ വന്യമൃഗ ജീവികളുടെ ആക്രമണത്തിൽ നിന്നുള്ളൊരു മരണം ഉണ്ടാകാതെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനുമുണ്ട്. നാട്ടുകാർ വനം വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. അവരാവശ്യപ്പെടുന്ന നിലയിൽ ഫെൻസിങ് യാതൊരു കാരണവശാലും ഫലപ്രദമല്ല എന്നാണ് ഇവരുമായി നടത്തിയ നമുക്ക് ആശയവിനിമയത്തിൽ മനസ്സിലാക്കിയത്. കിടങ്ങുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും വലിയ സാഹചര്യം. അത് അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ് ഇവിടെ നടത്തിയ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
കഴിഞ്ഞ 6 വർഷം മുമ്പ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ ജീവനക്കാരനായിരുന്ന സുഗതൻ എന്ന ഒരാളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തി. ആ കുടുംബം വളരെ ദുരിതാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന എത്തിയത് ആ കുടുംബത്തിൻ്റെ വീട്ടിലാണ്. ആ അമ്മ, മക്കൾ എല്ലാവരും അതിഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ഈ ആനയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകും എന്ന് ഭയന്ന് അവർ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ എത്ര മണിക്കാണ് ഇന്നലെ ആ ആന വന്ന് നമ്മളെ ഈ വീട്ടിലെത്തുന്നത്? അങ്ങോട്ട് പോകുന്നത് സന്ധ്യയപ്പോഴും വരും ആന. വന്ന് പല പ്രാവശ്യം ഇവരൊന്ന് ഓടിച്ച് ദൂരെ പോയിട്ട് വീണ്ടും വരും. അവരങ്ങോട്ട് മറിയുമ്പോഴത്തേക്ക് വരും. ഇന്നലെ നേരം വെളുക്കോളം പുറത്തിട്ടുണ്ടായിരുന്നു. എത്ര ദിവസമായിട്ട് ഈ ആന ഇവിടെ നിലകൊള്ളുന്നു? ഇതിന്നിപ്പോൾ 5ാമത്തെ ദിവസം. 5-ാം ദിവസം. സാധാരണ എത്ര മണിക്കാണ് ഇതിങ്ങനെ ഇറങ്ങി വരുന്നത് ഇവിടെ? അത് സന്ധ്യ ആകുമ്പോഴേ ഇറങ്ങും. സന്ധ്യ. ആദ്യത്തെ ദിവസം രാവിലെ വന്നേ, 6 മണിയായപ്പോഴാണ് വന്നത്. പിന്നെ പിറ്റേന്ന് തൊട്ട് സന്ധ്യക്ക് 6 മണിയാകുമ്പോഴേ വരും. നമ്മുടെ എന്തെങ്കിലും കൃഷിവിളകൾ നശിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ ചീനി, ചേന, കുരുമുളക്, വാഴ, ചീനി എല്ലാം എടുത്ത്. എത്ര വർഷമായിട്ട് അമ്മയൊക്കെ ഇവിടെ താമസിക്കുന്നു? ഞങ്ങളോ? ഞാൻ 34 വർഷം കൊണ്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. ഈ 34 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നതിനിടയിൽ ഇത്തരം ഒരു കാട്ടാനയുടെ ആക്രമണം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാട്ടാന കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയായിരുന്നു, എന്നാലും ഇത്ര ഇതില്ലായിരുന്നു. അത് അവർ വന്ന് ഓടിക്കുമ്പോൾ അങ്ങ് പോകും. അല്ല, എന്നാൽ ഈ 35 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ 1-2 വർഷത്തിന് ശേഷമാണ്. അത്രേ ഉള്ളൂ. അപ്പം നിലവിൽ ഇപ്പോൾ ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഞാനും എൻ്റെ മോനും ഭാര്യയും 2 കൊച്ചുമക്കളുണ്ട്. നിലവിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഈ പ്രദേശവാസികളെല്ലാം നമ്മളോട് പങ്കുവെക്കുന്ന ആശയം, അവരുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് ഇതാണ്. വീടിന് സന്ധ്യ 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ആണ് ഇവർ സമൂഹത്തോട്, സംസ്ഥാന സർക്കാരിനോട്, നമ്മളെപ്പോലുള്ള ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുന്നത്. അതിനുള്ള ശാശ്വത പരിഹാരം നൽകേണ്ടത് വനംവകുപ്പും സംസ്ഥാന സർക്കാരുമാണ്. അതിനുള്ള അടിയന്തര നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അലിമുക്കിൽ നിന്നും കറവൂർ അച്ചൻകോവിലേക്ക് പോകുന്ന പാതയാണ്. ശബരിമല സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് നിന്നുള്ള 100 കണക്കിന് അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു പ്രധാന പാതയാണ്. അതുകൂടാതെ പുനലൂരിലെ പല പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നും ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഈ മലയോര മേഖലയിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ വരുന്നത്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ തോട്ടം മേഖലയാണ്. അങ്ങനെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ്. ഈ പാതയിലെ പ്രധാന വിഷയം വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഈ ബോർഡ് വെച്ചേക്കുന്നത് നമുക്കൊരു ആന ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നും 50 മീറ്റർ പുറകിലായി മാറി കൂട്ടമായി ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് നിരവധി വാഹനയാത്രക്കാരെ പേടിപ്പെടുത്തുകയും അവർ അപകടങ്ങളിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. ആന ക്രോസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ബൈക്കിലെത്തിയ ഒരാൾ ചിത്രീകരിച്ചത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. കിട്ടുന്നുണ്ടോ? മോനെ ഓടിക്കണോ? മാറി. ഞങ്ങൾ ഇവിടെ പണ്ട് മുതലേ താമസിക്കുന്നവരാണ്. ഞങ്ങൾ ഈ രാത്രി ആന വരുന്നത് ഞങ്ങൾക്ക് വലിയ ശല്യമായിട്ട് തീർന്നിരിക്കുക. ഇവിടെയുള്ള താമസം വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാ ദിവസവും ആന വരുന്നുണ്ട്. അന്ന് ഇവിടെ വലിയ ശല്യം, ഇവിടെ താമസിക്കുന്നത് തന്നെ വലിയ ശല്യമായിട്ട് വന്നിരിക്കുക. ആരൊക്കെയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? ഞാനും എൻ്റെ ഭാര്യയും ഉള്ളു. എത്ര വയസ്സുള്ളവരാണ് നിങ്ങൾ? 80 വയസ്സും 69 വയസ്സുണ്ട്. ആനയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇത്രയും വർഷത്തിന് ഇവിടെ താമസിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ആന ശല്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. ഇപ്പം ഇത് കഴിഞ്ഞ ആണ്ടിലും വന്നു, ഈ ആണ്ടിലും വന്നു, കഴിഞ്ഞ ആണ്ടി വന്ന് ഒത്തിരി വാഴ എടുത്തു. പിന്നെ ഇപ്പോൾ ഈ ആണ്ടി വന്ന ആനയെ കൊണ്ട് ഭയങ്കര ശല്യം. ഇവിടെ തെങ്ങും പ്ലാവും മാവും എല്ലാം അങ്ങ് എടുത്തു. ഞങ്ങൾക്ക് ഒരു തരത്തിലും വെളിയിലോട്ടിറങ്ങാൻ വയ്യ. സന്ധ്യ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആനയെ പേടിച്ച്
ഒരു പ്രദേശത്തെ പ്ലാവ് മൊത്തം വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ ഒരു സംഭവമാണ് മഹാദേവർ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വീടിൻ്റെ മുമ്പിൽ നിന്നിരുന്ന ഒരു പ്ലാവാണ്. ഈ പ്ലാവിൽ നിറയെ ചക്കകളുണ്ടായിരുന്നു. ഈ ചക്ക തിന്നാൻ വേണ്ടി അതിഭീകരന്മാരായ ആനകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ആനയെ പേടിച്ച് ഈ പ്ലാവിനെ കോതി നിർത്തി ചക്കകൾ മൊത്തം വെട്ടിമാറ്റി ഒരു സ്ഥിതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഓരോ കുടുംബങ്ങളും ചെയ്യുന്ന പരിപാടിയാണ്. ഈ ചക്ക തിന്നാൻ വന്ന ആന ഇവിടെ വരുമ്പോൾ ഇത് ചക്കയില്ല പ്ലാവല ഇല്ലാത്തതുകൊണ്ട് കലി പൂണ്ട ഈ ആന കാണിച്ചത് ആ വീട്ടുമുറ്റത്ത് നിന്ന ഒരു തെങ്ങ് വലിച്ചൊടിച്ച് കളഞ്ഞു. ഈ ആന അപ്പുറത്ത് വേറെ ഒരു തെങ്ങുണ്ട്, അത് ഒടിച്ചു. ഇത് ഇതാണ്ട തൊട്ടപ്പുറത്ത് 2 തെങ്ങ് ഒടിച്ചു കളഞ്ഞു. ഈ തെങ്ങ് ഒടിക്കുന്നത് ഈ വീട്ടിനകത്ത് നിന്ന് മൊബൈലിൽ ചിത്രീകരിച്ച ഒരു ദൃശ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ചക്ക തിന്നാനായിട്ട് എത്തുന്ന ആനകൾ ചക്ക കിട്ടാതെ വരുമ്പോൾ വ്യാപകമായ നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് താപ്പോട്ട് പോയി കഴിഞ്ഞാൽ ആനകൾ നടത്തിയ ഒരു താണ്ഡവം എന്ന് തന്നെ പറയാം. കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച് ജനങ്ങൾക്ക് സ്വൈര്യജീവിതം തകർക്കുന്ന നിലയിൽ കാട്ടാനകൾ അവിടെ ഒരു വിഹാര താണ്ഡവം തന്നെ ആടിയിരിക്കുകയാണ്. ചക്കക്കൊമ്പൻ പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ മലയോര മേഖലയിലും ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ദൃശ്യങ്ങളാണ് അലിമുക്ക് അച്ചൻകോവിൽ പാതയിലെ മൈക്കാമൺ, ചെമ്പനരുവി, കറവൂർ, മുള്ളുമല എന്നീ മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ചക്ക തരിക്ക് വരുന്ന ആന ചക്ക ലഭിച്ചില്ലെങ്കിൽ പ്ലാവ് മൂളോടെ മറിച്ചിടും. അത്തരം ഒരു പ്ലാവിന് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. ആന മറിച്ചിട്ട ഒരു പ്ലാവാണിത്. ഈ പ്ലാവ് മറിച്ചിട്ടും ചക്ക ലഭിക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൃഷിയിടത്തിലിറങ്ങും. കൃഷി വ്യാപകമായി നശിപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതേ പ്രവൃത്തിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആനകളെ നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഇവിടം വിട്ടൊഴിഞ്ഞ് വർഷങ്ങളായി 40, 45, 50 വർഷമായി ഇവിടെ താമസിച്ചവർ അവരുടെ വീടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഈ ഒരു പലായനം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ആനകളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം, വനം വകുപ്പ് ഇടപെടണം. കിടങ്ങുകൾ സ്ഥാപിച്ചാൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന് പ്രദേശവാസികൾ പറയുമ്പോഴും കിടങ്ങുകൾ സ്ഥാപിക്കാനുള്ള ഫണ്ട് അനുവദിക്കുവാൻ വനം വകുപ്പിന് കഴിയാത്ത ഒരവസ്ഥയാണ്. മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യരുടെ ജീവനും സംരക്ഷിപ്പിക്കുവാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം എന്നാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.